അജ്ഞതയുടെ ഗുഹയിൽ ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യജീവികളുടെ ദുരവസ്ഥ ചിത്രീകരിക്കുന്ന പ്ലാറ്റോയുടെ പ്രസിദ്ധമായ കൃതിയാണ് റിപ്പബ്ലിക്, അലിഗറി ഓഫ് ദി കേവ്. അതിനെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? റിപ്പബ്ലിക്കിലാണ്. പ്ലാറ്റോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാറ്റോയുടെ ജീവിത കാലഘട്ടം BCE 427 347 മധ്യയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അക്കാദമി എന്ന പേരിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചത് പ്ലാറ്റോയാണ്. പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത് പ്ലാറ്റോയുടെ അക്കാദമിയാണ്. പ്ലാറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ ദർശനം എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് ഐഡിയലിസം. ഐഡിയലിസത്തിൻ്റെ വക്താവാണ് പ്ലാറ്റോ. വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമല്ല എന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമെന്നും വാദിച്ചത് പ്ലാറ്റോയാണ്. പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക്, ദ ലോസ്, പ്രോട്ടഗോറസ്, സിമ്പോസിയം. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്ലാറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക്. പ്രശസ്ത തത്വചിന്തകൻ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. കവിത ഭ്രാന്തിൻ്റെ ജൽപ്പനമാണെന്നും സാഹിത്യത്തെ അസത്യജടിലമായ അനുകരണമെന്ന് വിശേഷിപ്പിച്ചത് പ്ലാറ്റോയാണ്. പ്ലാറ്റോയുടെ റിപ്പബ്ലിക് ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രസിഡൻ്റാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. വെർച്യു എന്ന ആശയത്തിനാണ് പ്ലാറ്റോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. താങ്ക് യു.